തുടങ്ങിക്കേ. ആടിയില്ലേ ഞങ്ങൾ വണ്ടിയില്ലേ മറ്റേ സ്റ്റേഡിയം ഇരിക്കണില്ലേ ആ ഭാഗത്ത് ഒരു സൈഡുണ്ട് ആ സൈഡിൽ ചെയ്ത് നോക്ക് എന്നാൽ മനസ്സിലാവും. ആ സൈഡില്ലേ നേരെയില്ലേ ഞങ്ങളില്ലേ അവിടെ കുട്ടി ഇരിക്കാൻ അത് കഴിഞ്ഞാൽ അത് ഓണാക്കിയിട്ട് സൗണ്ട് കുറച്ച് ഫ്രണ്ട് ഇരിക്കാൻ ലിവറില്ലേ അത് പുറകിലാക്കിയിട്ട് ഫ്രണ്ട് ആണെങ്കിൽ അത് പുറകിലാക്കിയിട്ടില്ലേ അതില്ലേ വണ്ടിയില്ലേ എന്താ സീറ്റില്ലേ അവിടെ കെട്ടിയിട്ടില്ലേ വണ്ടി ഇങ്ങനെ ഓണാകും സിഗ്നലാണ് ഈ സൈഡിൽ ഒന്ന് ഇതുണ്ട് അവിടെ നിൽക്കണം അവിടെ പിടിക്കണം ഇപ്പുറം പിടിച്ചാൽ വൈപ്പർ ഓണാണ് ഇത് പിടിച്ചിട്ടില്ലേ ഇപ്പുറത്ത് ആരെങ്കിലും ഉണ്ടാവാൻ നോക്കണം ഒന്നും ചെയ്യണ്ട അവിടെ അല്ല നമ്മളൊന്നും ചെയ്തെങ്കിൽ അവര് നമ്മളെ ചെയ്യും. ഇന്ന് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കഴിയണം. ഇന്ന് കഴിഞ്ഞിട്ട് ആ വണ്ടി പോയി കഴിയുമ്പോ ഞങ്ങൾ ഇപ്പുറത്ത് പിടിക്കണം. ഞങ്ങൾക്ക് ഏത് സാധനം പോലെ എനിക്ക് തിരുവല്ലയ്ക്ക് പോകണം. ഇപ്പൊ എങ്ങോട്ട് തിരുവല്ലയോ എവിടെ എനിക്കറിയില്ല. എനിക്ക് റൈറ്റിലോട്ട് പോകണം. ഇവിടെ പോകാം. ഈ സ്റ്റേഡിയമില്ലേ ഞങ്ങൾക്കില്ലേ ആരും അവിടെ വണ്ടി അത് ഞങ്ങൾക്കില്ല. അത് ഇച്ചിരി കഴിഞ്ഞിട്ട് വണ്ടി പോയി കഴിഞ്ഞിട്ടില്ലേ ഞങ്ങൾക്കില്ല. ഇത് ഇച്ചിരി ലൂസായിട്ട് പിടിച്ചില്ലേ ഇങ്ങോട്ട് പോകണ്ട വണ്ടി ഇങ്ങോട്ട് സ്റ്റേഡിയം പോയി കറക്കും. അത് കഴിഞ്ഞ് വണ്ടി അങ്ങോട്ട് പോകും. അത് കഴിഞ്ഞ് ഞങ്ങൾക്കില്ലേ അത് നേരെയാണ് പോകണമെങ്കിൽ അവർ നേരെ പിടിച്ച് ഇങ്ങനെ പോകണം. വളവാണെങ്കിലല്ലേ ഞങ്ങൾക്ക് ഈ സാധനമില്ലേ ഈ ലിവറില്ലേ ഫ്രണ്ട് ആക്കണം. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇത് വേണ്ട തിരിക്കാനാണെങ്കിലേ വേണ്ട ബാക്ക് പാഡിൽ നമ്മൾ പുറകിൽ ഒരു വണ്ടി വരാൻ എന്തെയാണ് എങ്ങനെ കാണുന്നത്? പുറകിലോ കണ്ണാടി കണ്ണാടി എവിടെ ഇരിക്കുന്നത്? സൈഡിൽ വണ്ടിയുടെ പുറത്തില്ലേ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ക്യാമറ വെച്ച് പാക്ക് ചെയ്യാം. പാർക്ക് ക്യാമറ നോക്കും. ക്യാമറ നോക്കണം, വണ്ടി ഓടിക്കാൻ നടക്കുകയായിരുന്നു. പുറകെ വെക്കാൻ പറ്റും. അവിടെ ഫ്രണ്ട് ഇല്ലേ ഞങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണത്തെ ഒരു ടി വി ഉണ്ട്. ആ ടി വി അങ്ങോട്ട് വെച്ചില്ലേ ഓൺ ആക്കി ഞങ്ങൾക്കില്ലേ ഞങ്ങളുടെ ബാക്ക് ബാറ്റ് നോക്കാം. അങ്ങനെയാണ് അങ്ങനെ ഞങ്ങൾക്ക് ഇതൊക്കെ തിരിക്കാം. നമ്മളിവിടെ നിർത്തുന്നു. ഓടിച്ചു നിർത്തുന്ന കാര്യം മാത്രം പറഞ്ഞു, ഓടിക്കുന്ന കാര്യം മാത്രം പറഞ്ഞു. നിർത്തുന്നാണെങ്കിൽ ഈ സൈഡിൽ മൂന്നെണ്ണ കാണും. അതായത് ഒന്ന് ഗോ, ഒന്ന് ബ്രേക്ക്, ഒന്ന് എക്സിലേറ്റർ, എന്താ ഗിയർ. ഞങ്ങളില്ലേ ബ്രേക്കിലേക്കാ ഞങ്ങൾ ബ്രേക്ക് ആവും. എന്താ എക്സലേറ്ററില്ലേ വണ്ടിയുടെ സീറ്റ് എന്താ ഇങ്ങനെ പൊങ്ങും. അല്ല എന്താ എക്സലേറ്റർ നിൽക്കണ്ട എന്താ പറയാമോ അത് ഇച്ചിരി പാടാവും വണ്ടി ഓടിപ്പിക്കാൻ. അത് കഴിഞ്ഞ് ഞങ്ങളില്ലേ ഈ വണ്ടി സ്കൂളിൽ പോകുമ്പോ സ്കൂൾ ബസ്സിന്റെ മുന്നിലാണ് ഇരിക്കുന്നത്. അല്ല എവിടെ ഇരിക്കുന്നത്? പുറകിലാണ് ഇരിക്കുന്നത്. മുന്നിരിക്കുന്ന സീറ്റിന്റെ എപ്പുറത്തെ സൈഡില്ലേ റെസ്റ്റ് റൈറ്റ് ഇല്ലേ ആ റൈറ്റിന്റെ ഫസ്റ്റത്തെ സീറ്റ് ആന്നിരിക്കുന്നത്. അത് പറ. ഇത് അതല്ല ഇത്ര കൃത്യമായിട്ട് ഡീറ്റെയിൽ കിട്ടിയ അതിന്റെ കൂടെ ഇല്ലേ എന്താ ഞങ്ങൾക്കില്ലേ മറ്റേ ഇങ്ങോട്ട് ഒരു വലിയ ലിവർ ഇല്ലേ അത് ഇങ്ങോട്ട് അവിടെ ഇങ്ങോട്ട് എന്താ ഫ്രണ്ടിൽ ഇരിക്കുവാണെങ്കിൽ ഇല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് തിരിക്കണം. ബാക്ക് പോവാൻ ഇങ്ങോട്ട് തിരിക്കണം. ദേഷ്യം പരിപാടിക്ക് എങ്ങനെ തിരിക്കുന്നത്? ചുമ്മാ ഞങ്ങൾ നേരെ വെച്ചാൽ മതി. അല്ല ദേഷ്യം വരുമ്പോ ചെയ്യണ്ട അത് നേരെ ഇങ്ങനെ വെക്കണം. വണ്ടി ഓടിപ്പിക്കും. ഇത് പിടിച്ചിട്ട് തിരിക്കുമ്പോ നമ്മുടെ ദേഷ്യം പോകുമോ? ദേഷ്യം പോകുമോ? അല്ല ഫ്രണ്ട് ആക്കിയായില്ലേ കുറച്ചു നേരം കഴിഞ്ഞ് ഞങ്ങൾക്കില്ലേ ബാക്കി പോകാനാണെങ്കിൽ ഇപ്പുറത്ത് തിരിച്ചിട്ട് എന്നെ പറ്റേ ലിവർ ഇല്ലേ അകത്ത് ഇങ്ങോട്ട് വണ്ടിയുടെ മുന്നേ കൂടെ നമ്മൾ ഓടിക്കുമ്പോൾ ഒരാൾ ചാടി ലിവർ അത് ഫ്രണ്ട് ഇരിക്കുന്ന ലിവർ ഇല്ലേ ബാക്കി അടിച്ചിട്ട് ഞങ്ങൾക്കില്ലേ എന്താ പുറകെ എന്താ ക്യാമറ ഇല്ലേ ഇത് നിന്റെ മമ്മിയും ഡാഡിയും കൂടെ നിനക്ക് സ്പെഷ്യലായിട്ട് ഫ്രണ്ടിലെ സീറ്റ് മേടിച്ചത് അല്ല ഞങ്ങൾ പണ്ട് തൊട്ട് യൂസ് ചെയ്താ പണ്ട് തൊട്ട് ഉപയോഗിക്കുന്നത് ആ സീറ്റാ. ഞാൻ എന്താ തിരി പുറകെ അങ്ങനെ
ഞങ്ങൾക്ക് ഈ പുറകെ നോക്കി എന്താ ക്യാമറയിൽ ഈ പുറകെ നോക്കി എന്താ വണ്ടിയിലെ എന്താ ഒരു കാര്യം ഈ ചെയ്താ മതി. ഭാഗത്തേക്ക് ഇങ്ങനെ ഇപ്പൊ വണ്ടി പഠിക്കാനെല്ലാം പഠിക്കും, ഇനി വണ്ടി മാത്രം മേടിച്ചാൽ മതി. ഡാഡിയെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, ഡാഡിക്ക് ഇത്ര വിശദമായിട്ട് പൊടി ഞാൻ കിട്ടിയില്ല. ഡാഡിക്ക് എഴുതി കൊടുത്തിട്ട് ഒരു പേപ്പർ വണ്ടി ഓടിക്കാൻ ഡാഡി ഇതെപ്പോഴെങ്കിലും വായിച്ചു പഠിക്കുന്നുണ്ടോ? വായിച്ചു പഠിക്കുന്നില്ല, ബുക്ക് കൊണ്ടുപോയില്ല. ഡാഡിക്ക് ബുക്കില്ല, അതാണ് ഭയങ്കര ഇടപാട്. അതെനിക്ക് എഴുതാൻ പറ്റും, ആ പറ്റൂല്ലേ, എനിക്ക് വായിക്കാൻ പറ്റും കുറെ. പോണല്ലേ. ആ. ഷോ ഡാഡി പഠിച്ചെങ്കിൽ ഡാഡിക്ക് കമ്പോസിഷൻ കൊടുക്കണം. അല്ല ഡാഡിക്കല്ല, ഞാൻ അനുശേഷിച്ചത് ഷോ എനിക്ക് കമ്പോസിഷൻ എഴുതാൻ മതി, എന്നാൽ കൂടി പഠിച്ചൊക്കെ എഴുതി എന്റെ മുമ്പാട് വന്നു. എംബാസേഷൻ അല്ല, ആരില്ലേ എന്താ വണ്ടിയെ കുറച്ച് ഇൻസ്ട്രക്ഷൻ തരും, അത് നോക്കി പഠിക്കണം. ഇൻസ്ട്രക്ഷൻ എന്തോ? ഞാൻ കുറച്ച് പടം വരയ്ക്കും, അതിന്റെ സൈഡിൽ ഇങ്ങനെ എന്റെ പേര് എഴുതും, അതെങ്ങോട്ടാ തിരിക്കണ്ടേ അതൊക്കെ ഞാൻ തരും. അത് നോട്ട് ഏ? ആ. അതേ ബുക്ക് ഇരിക്കും, എടുത്തുണ്ടോ? ആ നീ ഉണ്ടോ? ഏ? ബുക്കും മേലെ ഇരിക്കുന്നുണ്ടോ? ഓടിച്ചു. ആ. ഇപ്പൊ ഇത് വരച്ചെടുത്തിട്ട് ആ ആദ്യം എന്ത് ചെയ്യണം? ഡ്രൈവിംഗ് ചെയ്യണ്ട, ഇങ്ങനെ തിരിക്കണം ആ ഇരുവരണം. അതില്ലാതെ എങ്ങനെ വണ്ടി തിരിക്കുന്നത്? അല്ലാതെ വണ്ടി തിരിക്കാതെ ഞാനിപ്പോ അതില്ല വണ്ടി തിരിക്കാൻ വരുന്നല്ലോ. ഏ ഞാൻ സ്റ്റേഡിയം വീട് വരച്ചിട്ട് ഞാനില്ലേ ശരിയാ, നീ ക്ലാസ്സിന്റെ ഇടയ്ക്ക് ഇറങ്ങി പോവല്ലേ? വരച്ചെടുക്കുന്നത്. ആ മുന്നിലിരുന്നത് മൊത്തം കണ്ടുപിടിക്കുക. ഇങ്ങോട്ട് ഇങ്ങനെ ഷെയ്ഡ് ഇവിടെ ഇതാണ് സ്റ്റേഡിയം വീട്. ഒരു വണ്ടി വാങ്ങിച്ചു കൊടുത്താൽ ഇത് ഓടിച്ചു വാങ്ങി. ഇങ്ങോട്ട് തിരിച്ചാ ലെഫ്റ്റിലോട്ട് ലെഫ്റ്റിന്റെ സ്പെല്ലിംഗ് പറയാമോ? ഏ? ലെഫ്റ്റ് LIFT. LIFT ലെഫ്റ്റ്. ഇത് ഇങ്ങോട്ട് തിരിച്ചാൽ റൈറ്റിലോട്ട് പോകാം. RI അത്രയാണോ? ഓ കൊച്ചാറാണോ? ശരി. റൈറ്റ്. ഇനി ഞങ്ങൾക്ക് ഇവിടെ ഇനി ഞങ്ങൾ ഇത് ഞാൻ ഇത് എഴുതി, ഇനി ലിവർ ഇതിങ്ങനെ ഇങ്ങനെ മനോരമ നോക്കിയാൽ ഓണത്തിന്റെ ഇതുണ്ട്. എന്താണ് ലിവർ? ഇതാണ് ലിവർ. നമ്മൾ ദേഷ്യം വരുമ്പോൾ ഇതേ പിടിച്ചിട്ടുണ്ട് ആടുന്നത് അല്ല, പിന്നെ ആടിയില്ലേ, ഞങ്ങൾ നിങ്ങൾക്ക് കുറച്ച് നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. ആടിയില്ലേ, ഞങ്ങളില്ലേ ഇല്ല. ഈ ഫ്രണ്ട് കിടക്കുവാണ്, ഫ്രണ്ട് ഫ്രണ്ട് N N ഫ്രണ്ട് FRIND D FRND ഫ്രണ്ട് എന്തുലാട്ടെ എന്തുലാട്ടെ മതി, എനിക്ക് മനസ്സിലായി. RONT ആ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഫ്രണ്ടിലാണെങ്കിൽ നിങ്ങളെ എന്നെ പഠിപ്പിച്ചാൽ അതല്ലേ അടി പഠിച്ചില്ലെന്നാണ് എംബോസിഡാണോ പറഞ്ഞു? അടി പഠിച്ചില്ലെന്നാ പറഞ്ഞു. ഇങ്ങോട്ട് ഡാഡിക്ക് എംബോസിഷൻ കൊടുക്കുന്നു. ക്ലാസ് ശ്രദ്ധിക്ക്. ഇത് ഇങ്ങോട്ട് ഇരിക്കുവാണെങ്കിൽ ഇത് ബാക്കി ഇരിക്കുവാണെങ്കിൽ അത് ബൈക്കിലേക്കാണ്, ഇത് ഫ്രണ്ടിൽ പോകുമോ? ബാക്ക് അല്ല എഴുതിയത് ഓൺ ഗോ ഡ്രൈവർ അല്ല കിടന്ന് പഠിപ്പിക്കുന്നേ, Go. അതെന്നെ ചോദ്യം. ഫ്രണ്ട് FRO തിയറിയാ ഇത് പഠിപ്പിക്കുന്ന സാറാ. വേറെ ഉണ്ട്. ആക്സിലേറ്റേഴ്സ് ഇതൊക്കെ പഠിക്കും. ഇടയ്ക്ക് ഒന്നും വേണ്ട, വണ്ടി വാങ്ങിച്ചു കൊടുത്താൽ മതി. രോഗം നല്ല മാനമായിട്ട് ഓടിക്കും. ആ
ഇടയ്ക്ക് സംശയം പറഞ്ഞ് സാറിന് തെറ്റിക്കാതെ. ഇതിങ്ങനെ ഇത് വലിയ ഇത് ഈ സാധനത്തിന് ഇത് ഞങ്ങൾ ഇങ്ങനെ നെക്കുവാണെങ്കിൽ ഗോയി പോകും. ഗോ. സ്റ്റോപ്പ് ഏതാ? സ്റ്റോപ്പ് ബ്രേക്കോ അടി ഇത് അതാണോ ബ്രേക്കോ? ഇതാണ് ബ്രേക്കിന്റെ സ്പെല്ലിംഗ് പറഞ്ഞേ. പറ എനിക്ക് ബ്രേക്കിന്റെ സ്പെല്ലിംഗ് അറിയാം. ഒന്നും കൂടി ഉണ്ട്. അതെന്തുവാ? അതിന്റെ വേറെ സാധനം. അത് ആക്സിലേറ്റർ. അതിന്റെ സ്പെല്ലിംഗ് എന്നോട് ചോദിക്കില്ല, എനിക്കറിയത്തില്ല. മാമിക്കറിയാമോ? സ്പെല്ലിംഗ് പറഞ്ഞു കൊടുക്ക. എനിക്ക് അറിയില്ല. അല്ലല്ല കണ്ട സാറിന് അത്ര സ്പെല്ലിംഗ് അത്ര വിഷയമല്ല, പക്ഷെ തിയറി അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് അറിയാം. ആക്സിലേറ്റർ സാറിന് സ്പെല്ലിംഗ് അത്ര അറിയത്തില്ല, പക്ഷെ തിയറി നല്ല അടിപൊളിയായിട്ട് അറിയാം. അല്ല എന്റെ നായികനെ ഒന്ന് കുടിച്ചു നോക്കണം, നല്ല രസമാണ്. എന്നാ നാരങ്ങാവെള്ളം കുടിച്ചു നോക്കണം. അതെന്താ നാരങ്ങാവെള്ളം കുടിക്കുന്നിന്റെ? എന്റെ നായികത്തിനകത്ത് സ്പെഷ്യൽ എനിക്ക് 150. എന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് വീട്ടിൽ വെച്ച് ഉണ്ടാക്കാൻ പറയാം. നായികയും ഇത് ബാക്കി പഠിപ്പിച്ചു പിന്നെ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നാരങ്ങാവെള്ളം അടുത്ത ക്ലാസ്സിൽ പഠിക്കുക. ഇപ്പം പണ്ടി പഠിപ്പിച്ചു തീർക്ക്. എനിക്ക് നിലവിൽ 150. അല്ല, എനിക്കൊരു സംശയം. അല്ലെങ്കിൽ അതിനുള്ള സംവിധാനം വണ്ടിയിൽ ഒരുക്കണം. വണ്ടിയൊക്കെ സ്പെഷ്യൽ നാരങ്ങാവെള്ളം കൊടുക്കല്ലേ എന്ന്. അല്ലെ വണ്ടിയിലായ സംവിധാനം വേണം. അല്ല ഞാൻ പറയുന്നേ, ആടിയില്ലേ ഇവിടെ വെച്ച് ഞാൻ ഒരു നാരങ്ങാവെള്ളം അത് നാരങ്ങാവെള്ളം തന്നിട്ടേ വണ്ടിയെ കയറ്റുള്ളൂ. വണ്ടി ഓടിക്കാൻ വേണ്ടി. വണ്ടി ഇവിടെ ഇല്ല. അല്ല നമ്മള് പുതുക്കി ഓടിക്കുള്ളൂ വണ്ടി, അതാണ്ട് വിഷയം. അതെന്റെ കാര്യമുള്ളൂ. അതാകുമ്പോ ശാലം സ്പീഡിൽ ഓടിച്ചു പോവാ. എന്ത് പണി എഴുതി വെക്കുന്നില്ല? അതെന്നാ സുനായ ഇൻസ്ട്രക്ഷൻ ആണ്. സത്യം പറയാ അളിയന് ഈ ഒറ്റ ക്ലാസ്സിൽ പങ്കെടുത്താൽ മതി. നമ്മുടെ കൊട്ടാരക്കര ഫ്രണ്ട്സുണ്ട്. ഞാനിതൊന്ന് പഠിക്കണോ? ഞാൻ മറന്നുപോയി. ആണിയില്ലേ സിഗ്നൽ കളിക്കണ സാധനം ഇങ്ങോട്ടാണ്. അത് മെയിൻ ആയിട്ടുള്ള സാധനം. ഓണൊന്നുമില്ല നിന്റെ വണ്ടിക്ക്? ഓണില്ലേ? അതൊക്കെ ഉണ്ട്. അല്ല ഇങ്ങനെ അത് മെയിൻ ആയിട്ടുള്ള സാധനം. ഹോണോ? ഹോണ് എന്റെ സ്റ്റിയറിംഗ് വീലിൽ നടക്കാം. ആ സ്റ്റിയറിംഗ് വീലിൽ നടക്കാം. ഇതാ ഹോണ്. ഈ നടക്കിരിക്കണ ഹോണ്. ആ സിഗ്നൽ മറന്നു. അത് മെയിൻ ആയിട്ടുള്ള കാര്യം. പഠിപ്പിക്കും സാറേ. അടുത്തത് സാറ് വേറെ കണ്ട് പോകാം. ഈ ആക്സിലേറ്റർ ഈ സ്റ്റിയറിംഗ് വീലിന്റെ ഇപ്പുറത്തെ റൈറ്റ് സൈഡിലായിരിക്കണേ. ആണല്ലേ? അവിടെ എന്താ ഉള്ളേ? അവിടെ എന്താ ഉള്ളേ? എന്താ സിഗ്നല്? എന്താ സിഗ്നലിന് വേണ്ട. SIG NALS സത്യം പറഞ്ഞാൽ ഈ പുതുക്കരിയിൽ നിന്ന് ചങ്ങനാശ്ശേരി വണ്ടിയിൽ പോകുന്നു. പുള്ളി പുറത്തുള്ള ഒരു കാഴ്ചയും കാണുന്നില്ല. അവിടെ എന്തെല്ലാം നടക്കുന്നുള്ള ഒരു പിടിയില്ല.
ഈ ഡ്രൈവർ എന്നതാ ചെയ്യുന്നത് വൈപ്പർ അത് വേണം വൈപ്പറോ മഴ വരുമ്പോൾ ഇപ്പം വണ്ടി കണ്ടു കൂടെ കണ്ടേ വൈപ്പർ വൈപ്പർ എന്തുവാ ഇടയ്ക്ക് ചോദിക്കില്ല അറിയാൻ വയ്യാത്തൊരു ഇത് സാറിനെ വീട്ടിൽ പോയി അപ്പോയിൻമെന്റ് എടുത്ത് ചോദിച്ചാൽ മതി വീട്ടിൽ പോയിട്ട് പ്രത്യേക അപ്പോയിൻമെന്റ് എടുത്ത് അങ്ങനെയുള്ള ഡൗട്ടൊക്കെ തീർന്നു അങ്ങനെയുള്ളൊരു ആണോന്ന് പറയാൻ സംഭവമില്ല ആവശ്യമില്ല മറ്റവന് അറിയാനെന്ത് ചെയ്യും താക്കോൽ വയ്ക്കാൻ അറിയാവുള്ളൂ താക്കോൽ വയ്ക്കുന്നത് ഈ സൈഡിൽ പെട്ടെന്ന് പഠിച്ചോ നല്ല വണ്ടി ഒന്ന് ഓടിക്കണം. താക്കോലിന്റെ കൂട്ടിന്റെ പള്ളിയെ പാട്ട് പാടാൻ പോയ 20 വരിയുണ്ട് 20 വരിയും പാടി ഞാൻ പോലും അല്ലാതെ 4 വരി പാടി പോലും പരിപാടി ഞങ്ങളുടെ പറയാനില്ല. പെട്ടെന്ന് പഠിച്ചോ. സാറൊന്ന് കിടക്കുവാ. അതെനിക്ക് പിടിയിട്ടില്ല. ഇതിന്റെ പേര് ഇവിടെ കേട്ടില്ല. തലയിടിക്കരുത് അല്ല അതിന്റെ വേറെ സാധനം ഈ മണ്ടയിൽ ഉരുണ്ട പോലുള്ള സാധനമുണ്ട്. അതിന്റെ പേര് എനിക്ക് മനസ്സിലായി. ഇത് ഫുള്ള് ലിവറാ. ആണല്ലേ? എടാ, ഒരു ബസ് വരച്ചിട്ട് അതിന്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്തണം. അങ്ങനെയാ ഇതല്ലേ ഇന്ന് സ്പെല്ലിംഗ് എന്തായിരുന്നു? എന്തുവാ സ്റ്റെയറിംഗ് വീല്. അതന്നെ. ഇനി മനസ്സിലാക്കുക. ഇനി മനസ്സിലാക്കി. ഇനി പറ്റിയല്ലോ. ക്ലാസ് കഴിഞ്ഞില്ലേ? ഇല്ല, കുഞ്ഞു പഠിപ്പിക്കടാ. ഇവര് എന്നൊക്കെ പറഞ്ഞാലും പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് പോകുള്ളൂ. പഠിപ്പിച്ച് കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ. അത് മതി. അമ്മാച്ചനെ വണ്ടി പഠിപ്പിച്ചിട്ട് അടങ്ങുള്ളൂ. നമ്മൾ തമ്മിലാ കളി എല്ലാം. അറിയാമോ? പറയണോ? ഇനി ഞാൻ ടെസ്റ്റ് എടുക്കും. ടെസ്റ്റ് ഇട്. പാകപ്പാടപ്പെട്ടു പോയി. ടെസ്റ്റ് ഇട്. ഞാൻ തിയറിയൊക്കെ ഇന്ന് മനസ്സിലാക്കി. ലേണേഴ്സ് കിട്ടും. അല്ല ലൈസൻസ് അല്ല, ആടിയില്ലേ? ലേണേഴ്സ്. എനിക്കത് ഞാൻ ഇതിന്റെ പ്ലാനിലേക്ക് വരികയെന്നുണ്ടായിരുന്നു. നടക്കുകയല്ല. ഇവിടെ നോക്കണ്ട, നോക്കാണ്ടിരിക്കാൻ ഞാൻ ഇച്ചിരി ബാക്കിൽ അങ്ങനെ വരയ്ക്കാതെ എല്ലാ പേജിലും അതല്ല ടെസ്റ്റ് ഇടുവാന്ന്. പരീക്ഷയാ. ചോര് എഴുതിപ്പിന്നെ ചോര്. ചോദിക്കുന്നില്ല. ആര് ഞാൻ എഴുതി കളിച്ചു. ആര് ഞങ്ങൾക്ക് എന്താ ചെയ്തത്? ആദ്യ വണ്ടിക്ക് അതാ അങ്ങനെ ക്വസ്റ്റ്യൻ അല്ലേ? അത് കീ ഇടണം. കീ സ്റ്റാർട്ടിങ്. നീ രണ്ടാമത്തെ ജോലി. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്? അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കണം. ആണോ? തെറ്റിയോ? തെറ്റിട്ടുണ്ട്. ഉണ്ടോ? മാർക്കിരുന്ന് മനസ്സിലാവും. പറയത്തില്ല. നേരത്തെ അത് കഴിഞ്ഞ് എന്താ ചെയ്തത്? അത് കഴിഞ്ഞ് സിഗ്നൽ കാണിക്കണം. അത് കഴിഞ്ഞ് എന്താ ചെയ്തത്? ഇല്ലേ? അത് കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക് ഓട്ടണം. ഗോ കൊടുക്കണം. ബ്രേക്ക് ഓട്ടണം. അത് കഴിഞ്ഞ് ഗോ കൊടുക്കണം. അത് കഴിഞ്ഞിട്ടോ എൻ്റെ മുമ്പ് സാധനത്തിൻ്റെ പേര് മറന്നു. ലിവർ തിരിക്കണം. ലിവർ മുന്നോട്ടും ഫ്രണ്ട് ടു ബാക്ക് തിരിക്കണം. അടുത്തത് മറന്നു പോകുന്നല്ലോ. എനിക്ക് മാർക്ക് കിട്ടുമോ നടത്തില്ല. കിട്ടും. ഗോ ചവിട്ടണം. ഗോ. പിന്നെ ആക്സിലേറ്റർ കൊടുക്കണം. പിന്നെ മറന്നുപോയി. ബ്രേക്ക് എടുത്താൽ നമ്മളെ ലെഫ്റ്റ് കാല് റൈറ്റ് കാല്. ഫസ്റ്റ് പോയി. മാർക്ക് പോയി. മാർക്ക് പോയി. സെക്കൻഡ് ചവിട്ടണം. ഇനി അടുത്ത 10. ചെറിയാടെ കൊച്ചെന്നാളെ ഇവൻ ചെന്നാ ചെറിയ ഉറക്കിയിട്ടേ ഇല്ല. അടുത്തെന്താണോ? ആക്സിലേറ്റർ കാലി ഓട്ടണം. അത് മൂന്നാമത്തെ നമ്പർ. നമ്പർ എഴുതിയാൽ മതി. നമ്പർ ഇങ്ങനെ എഴുതിയാൽ മതി. നമ്പർ എഴുതിയാൽ മതി. അത് നേരത്തെ പറയട്ടെ. അല്ല ഞാൻ ഇത്ര എഴുതുമോ?
പിന്നെ എക്സലേറ്റർ പിന്നെ ചവിട്ടുന്നു. അല്ല ഒന്ന്. ആക്സിലേറ്റർ അത് കഴിഞ്ഞ് എക്സലേറ്റർ ഇല്ലേ? ആക്സിലേറ്റർ ഇങ്ങനെ ഫ്രണ്ടും ബാക്കും ചെയ്യണം. ഫ്രണ്ടും ബാക്കും ചെയ്യണം. ഫ്രണ്ട് ടു ബാക്ക്. കഴിഞ്ഞ് പരീക്ഷ കഴിഞ്ഞു. മാർക്ക് എത്ര ഉണ്ടെന്ന് നോക്കിയേ. മാറ്റം പരീക്ഷയ്ക്ക് ജയിച്ചോ നോക്കിയേ. എത്രല്ല ഔട്ട് ഓഫ് എത്രല്ല? മിക്കവാറും വണ്ടി വാങ്ങിക്കണമെന്ന് നോക്കിക്കേ. വണ്ടി വാങ്ങിക്കണമെന്ന് നോക്കിക്കേ. കൊച്ചുപിള്ളേരെന്നാ പറഞ്ഞാലും പറഞ്ഞ് തരുമ്പം വണ്ടി എടുക്കുമ്പോൾ ഓർക്കുമല്ലോ. പാസിന്റെ സ്പെല്ലിംഗ് പറഞ്ഞു. PASS. എത്ര മാർക്കുണ്ട്? പാസ്സായി കേട്ടോ. എത്രല്ല? ഫുൾ മാർക്ക് കിട്ടി. ഫുൾ മാർക്ക് കിട്ടി. അപ്പൊ നന്നായിട്ട് കുട്ടി പഠിച്ചു കേട്ടോ. ഡാഡിയുടെ കൂടെ ഉള്ളൂ ടെസ്റ്റ്.